കളമശ്ശേരിയിലെ ജെയ്സി എബ്രഹാമിന്റെ കൊലപാതകത്തിൽ പ്രതികൾ അറസ്റ്റിൽ. ഇൻഫോ പാർക്ക് ജീവനക്കാരായ ഗിരീഷ് ബാബു, ഇയാളുടെ പെൺസുഹൃത്ത് ഖദീജ എന്നിവരാണ് അറസ്റ്റിലായത്. പണവും സ്വർണവും തട്ടിയെടുക്കാനാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഇൻഫോ പാർക്ക് ജീവനക്കാരനും തൃക്കാക്കര സ്വദേശിയുമായ ഗിരീഷ് ബാബു, ഇയാളുടെ പെൺസുഹൃത്തും തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശിയുമായ ഖദീജ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ നിരീക്ഷണ വലയത്തിലാക്കിയ ശേഷം കൃത്യമായ തെളിവുകൾ കൂടി ശേഖരിച്ചായിരുന്നു അറസ്റ്റ്. രാവിലെ 2 പ്രതികളെയും പോലീസ് ആലുവ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. നവംബർ 17 രാത്രിയാണ് ജെയ്സിയെ കൂനന്തൈ അമ്പലം റോഡിന് സമീപത്തെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ തലയ്ക്കടിയേറ്റാണ് മരണമെന്ന് വ്യക്തമായതോടെ പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ജെയ്സി എബ്രഹാമിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടായിരുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട ശത്രുക്കളാണോ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് ആദ്യം അന്വേഷിച്ചത്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇവരുടെ ഫ്ളാറ്റിലേക്ക് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിൽ വന്നുപോയ ആളെക്കുറിച്ച് സൂചന ലഭിച്ചു. ജെയ്സിയുടെ സുഹൃത്തും ഇൻഫോ പാർക്ക് ജീവനക്കാരനുമായ ഗിരീഷ് ബാബു ആണെന്ന് വ്യക്തമായതോടെ ഇയാളെ നിരീക്ഷണ വലയത്തിലാക്കി. ഇയാളുടെ സുഹൃത്തായ ഖദീജയുടെ പങ്കിനെക്കുറിച്ചും പോലീസിന് വ്യക്തമായി. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം കളമശ്ശേരി പോലീസ് ഇന്നലെ ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ജെയ്സി എബ്രഹാമിൻ്റെ വീട്ടിൽ ധാരാളം സ്വർണവും പണവും ഉണ്ടെന്ന ധാരണയിലായിരുന്നു കൊലപാതകം. എന്നാൽ 2 പവൻ സ്വർണം മാത്രമാണ് ലഭിച്ചതെന്നും ഇത് ഇടുക്കിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയതായും മുഖ്യപ്രതി ഗിരീഷ് പോലീസിനോട് സമ്മതിച്ചു. കട്ടിയുള്ള ലോഹവസ്തു ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ശുചിമുറിയിൽ കൊണ്ടുവന്ന് ഇടുകയായിരുന്നു എന്നാണ് വിവരം. കൈരളി ന്യൂസ്, കൊച്ചി.